ഇതാ സെറ്റ് റെഡി. ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഇന്നിതാ കയ്യിൽ കിട്ടിക്കുന്നത് ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസാണ് കേട്ടോ. പഴയ ഒരു കട്ടിലിൻ്റെ ഇളകിപ്പോകുന്ന കഷ്ണമാണ് കേട്ടോ. ഇനി ഈ കഷ്ണങ്ങൾ ആ കട്ടിലിൻ്റെ മുകളിലുണ്ട്. ഈ ഒരു പാളി മാത്രം അങ്ങനെ ഇളകിപ്പോന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈസി ആയിട്ട് ഇത് മുറിച്ചെടുക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് പണി പാളിയത്. എത്ര ശ്രമിച്ചിട്ടും ഇതങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വേറെ കട്ടിങ് മെഷീൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു കത്രി ഉപയോഗിച്ചിട്ട് കുറച്ച് പണിപ്പെട്ടിട്ട് നമ്മളിത് ഓരോ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഷേപ്പിലേക്കൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അതായിരുന്നു വേറെ ടാസ്ക്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഗം ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മളിതാ സൈഡിലൊക്കെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ആട് നിൽക്കുന്ന പോർഷൻസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ സൈഡിലും കൂടി ഒരു സപ്പോർട്ട് വന്നപ്പോൾ സെറ്റ്. ഇനി നമുക്ക് ഇത് ഒരു ബുക്ക് ഷെൽഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതായിരുന്നു എൻ്റെ പ്ലാൻ. കുറേ നാളായി വിചാരിക്കുന്നു ഒരു ചെറിയ ബുക്ക് ഷെൽഫ് പോലെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ സൈഡിൽ പിന്നെ ആ ഒരു പ്ലൈവുഡിൻ്റെ പീസ് തികയാത്തതുകൊണ്ട് നമ്മളൊരു കാർഡ്ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ മുകളിൽ നമ്മളൊരു റൂഫ് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ പ്ലൈവുഡിൻ്റെ പീസ് കൊണ്ടാണ് കേട്ടോ. സൈഡിൽ മാത്രമേ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആ ഒരു കഷ്ണം കൊണ്ട് നമ്മളത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാനാ, ഈ ഒരു കഷ്ണം മാത്രമേ ഇളകി പോകുന്നുള്ളൂ. വരട്ടെ, ബാക്കിയൊക്കെ ഇളകുമ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടാകും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ അതാ ഇതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് 2 കാർഡ്ബോർഡും കൂടി സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് കാര്യപരിപാടികളൊക്കെയാണ്. പിന്നെ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഫ്രണ്ടിൽ ഒരു ചെടിയും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിൽ കലാപരിപാടികൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഒരു സംഭവം റെഡി ആയതുകൊണ്ട് പിന്നെ ഞാൻ അവിടം വെച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉറപ്പുള്ള ഒരു ഇതുപോലെ ഓർഗനൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര വേണമെങ്കിലും ബുക്ക് വെക്കാമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ബുക്കുകളൊക്കെ അതിൽ അടക്കി പറക്കി വെക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഡെസ്ക് ഒന്ന് ഡെക്കർ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.